ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ സ്വാഗതം നേരുന്നു. നമുക്ക് തുടങ്ങാം. ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. നമ്മൾ അറിയാം, നമ്മൾ ബികോം സ്റ്റുഡൻസിനും അല്ലേ മറ്റുള്ള എല്ലാത്തിനും നമുക്ക് പറ്റുന്നൊരു നല്ലൊരു പാർട്ടാണ്. കാരണം ബിസിനസ്സിൻ്റെ ഡീലിങ്സും ബിസിനസ് എങ്ങനെയൊക്കെ ടാക്സബിൾ ആണ്, ടാക്സബിൾ അല്ല, ഗവൺമെൻറ്റിലേക്ക് എന്തൊക്കെ ചെയ്യുന്നുള്ള മൊത്തത്തിലൊരു ജനറൽ നോളജും കൂടിയാണ് ഈ ഒരു ക്ലാസ്. ഈ ഒരു ക്ലാസ് നല്ല ഈ ഒരു നമ്മൾ ടാക്സ് ആയിട്ട് ഓറിയൻറ്റഡ് ഉള്ള എല്ലാ ടാക്സും നിങ്ങൾ പഠിക്കാൻ വേണ്ടി എക്സാം എഴുതുക, മാർക്ക് നേടുക, നല്ല ലെവലിൽ നല്ല സ്കോറൊക്കെ നൽകിയിട്ട് നല്ല സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ബിസിനസ്മാൻമാരൊക്കെ ആയി തീരട്ടെ എന്ന് മിസ് ആശംസിക്കുന്നു. കാരണം ഈ ഒരു സെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ടാക്സ് ഓറിയൻറ്റഡ് എങ്ങനെയാണ്, ടാക്സ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗവൺമെൻറ് എംപ്ലോയി ആകുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ അലവൻസ് ഉണ്ട്, ബെനിഫിറ്റ് ഉണ്ട് അല്ലേ, അവരുടെ ഫാമിലി മെമ്പേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ ആയാലും എന്താ, അങ്ങനെ കുറേ പൊതുവായ ജനറൽ നോളജ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും ലൈഫിലേക്ക് പകർത്താനും പറ്റുന്ന കുറേ എന്താണ് എല്ലാം ലൈഫിലേക്ക് പകർത്തേണ്ടത് തന്നെയാണ്. എങ്കിലും ഈ ഒരു സെക്ഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് എന്താ പറയുക പോസിറ്റീവായിട്ട് അത്യാവശ്യം ഒന്നാമത് സാലറി റിലേറ്റഡ് ആണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലേ. സാലറി റിലേറ്റഡ് ആകുമ്പോൾ സാലറിയോടനുബന്ധിച്ച് കിട്ടുന്ന അലവൻസ്, ബെനിഫിറ്റ്, സംഭവങ്ങൾ, അപ്പം ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നല്ലൊരു ഗവൺമെൻറ് എംപ്ലോയി എന്തൊക്കെ അലവൻസ് ഉണ്ട്. അങ്ങനെ പ്രാക്ടിക്കബിളി ചിന്തിക്കുമ്പോഴും എന്താണ് പോസിറ്റീവായിട്ട് നമുക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്നാണ് മിസ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്താണ് ബിസിനസ്, എന്താണ് പ്രൊഫഷൻ എന്നാണ്. അപ്പൊ ഈ ഒരു സെക്ഷൻ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ഇതൊരു എക്സാം ഓറിയന്റഡ് ക്ലാസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ബിസിനസ് എന്താണ്, പ്രൊഫഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. മിസ് പറഞ്ഞിരുന്നില്ലേ, സാലറി ബേസ് ചെയ്ത് നമ്മൾ 3 പാർട്ട്, നമ്മൾ സാലറി ബേസ് ചെയ്ത് നമ്മൾ 3 പാർട്ട് എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ, കഴിഞ്ഞു പോയി 3 പാർട്ട്. അപ്പം സാലറി എന്താണെന്ന് മനസ്സിലാക്കിയാലേ കറക്റ്റ് ആ സാലറി ബേസ് എന്താ, സാലറി എന്താ നമുക്ക് മനസ്സിലാവും. അതേപോലെ ഇതിൽ എന്ത് മനസ്സിലാക്കണം, ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കണം, പ്രൊഫഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ മിസ് വായിക്കുക, ബിസിനസ്, വാട്ട് ഈസ് ബിസിനസ്, ഇറ്റ്സ് ഡെഫിനേഷൻ ആണ് നിങ്ങൾ എന്തായാലും പഠിക്കണം. ബൈഹാർട്ട് ആണെങ്കിൽ ബൈഹാർട്ട് പഠിക്കണം, അല്ലാതെ ആണെങ്കിൽ അല്ലാതെ പഠിക്കണം, മനസ്സിലാക്കുക നിർബന്ധമായിട്ടും. ബിസിനസ് ഈസ് ഇൻക്ലൂഡഡ് എനി ട്രേഡ് ഓർ കൊമേഴ്സ് ഓർ മാനുഫാക്ചർ, അതായത് വ്യാപാരം, ട്രേഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്നത് വ്യാപാര സംബന്ധമായിട്ടുള്ള മാനുഫാക്ചർ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ബിസിനസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് നമ്മൾ ഡെഫിനിഷൻ ഓഫ് എന്താണ് പ്രൊഫഷൻ. ഓക്കെ, എന്താണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സും പ്രൊഫഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. പ്രൊഫഷൻ മീൻസ് പ്രൊഫഷൻ മീൻസ് ഒക്കുപേഷൻ റിലേറ്റഡ് ടു ഇന്റലക്ച്വൽ സ്കിൽ, സ്പെഷ്യൽ ലേണിംഗ്, എഡ്യൂക്കേഷൻ. അതായത് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് പ്രൊഫഷണലി എന്താവുക, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടുക. മീൻസ് ഓരോരുത്തർ പ്രൊഫഷൻ ആണ്. മിസ് ക്ലാസ് എടുക്കുന്നു, മിസ് BEd PG നെറ്റ്, അങ്ങനെ നമ്മുടേതായ ക്വാളിഫിക്കേഷൻ ആണ് നമുക്കുള്ളത്. അതേപോലെ MBBS എന്നുള്ളത് എന്താണ്, ഡോക്ടേഴ്സിൻ്റെ പ്രൊഫഷനാണ്. ദെൻ ലോയേഴ്സ് ഉണ്ട് അല്ലേ, വക്കീലന്മാരുണ്ട്, അവർക്ക് വേറെ പ്രൊഫഷനാണ്. പിന്നെ പോലീസ് സ്റ്റേഷൻ പോലീസുകാർ അത് വേറെ പ്രൊഫഷനാണ്. ഓരോന്നും ഓരോ പ്രൊഫഷൻ. ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഓറിയൻറ്റഡ് ആയിരിക്കും, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓറിയൻറ്റഡ് ആണ് പ്രൊഫഷൻ. അല്ലാതെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആൻഡ് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ബിസിനസ്. നെക്സ്റ്റ് ഇത് രണ്ടിലും പെടാത്ത വേറൊരു വിഭാഗമുണ്ട്, എന്താണ് പേര്, വൊക്കേഷൻ എന്നാണ് പറയട്ടോ. വൊക്കേഷൻ, ഡിയർ സ്റ്റുഡൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക, വൊക്കേഷൻ ആണ്, വെക്കേഷൻ അല്ല. വെക്കേഷൻ എന്ന വേനലവധി, നമ്മുടെ വെക്കേഷൻ ക്യാമ്പ് ഉണ്ടല്ലോ, അതല്ല. അപ്പോൾ സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, VO ആണ്, മാറിപ്പോയത്. എന്താണ്, VA അല്ല. VA ആവുമ്പോൾ അതെന്തായി മാറും, വെക്കേഷനായി മാറും. VO ആവുമ്പോൾ വൊക്കേഷൻ. വാട്ട് ഈസ് വൊക്കേഷൻ? വൊക്കേഷൻ മീൻസ് ഈ ബിസിനസ്സിലും പ്രൊഫഷണലും ഉൾപ്പെടാത്തൊരു വിഭാഗമാണ് വൊക്കേഷൻ. ഈ വൊക്കേഷനിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, റൈറ്റർ പേഡ്, ദെൻ പിന്നെന്താണ് മാജിക് ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള ഇത് രണ്ടിൽ ഉൾപ്പെടാത്ത കുറച്ച് വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. മിസ് കറക്റ്റായിട്ട് വായിച്ചത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസ് ആൻഡ് പ്രോഫിറ്റ് ഗെയിൻസ് ടു പ്രൊഫഷൻ, ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്നുള്ള ഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനും ഒക്കെ നോക്കാം. ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് മിസ് വായിക്കാം. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് വൊക്കേഷൻ. എന്താണ് ഒബ്ജക്റ്റീവ്സ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഒബ്ജക്റ്റീവ്സ് എന്താണ് ബിസിനസ് എന്ന് മനസ്സിലാക്കണം, എന്താണ് വൊക്കേഷൻ എന്ന് മനസ്സിലാക്കണം, എന്താണ് പ്രൊഫഷൻ എന്ന് മനസ്സിലായിരിക്കും നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ഈ ഒരു പാഠം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ.
നെക്സ്റ്റ് ഇതിൽ പറയുന്ന അണ്ടർസ്റ്റാൻഡ് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ ഇൻകം. പ്രൊഫഷണലി ആൻഡ് ബിസിനസ് പരമായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഇൻകം ഉണ്ടാക്കാം അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് കമ്പ്യൂട്ട് ദ ഡെപ്രിസിയേഷൻ ഓഫ് അലവൻസ്. ഇതിനൊക്കെ അലവൻസ് കിട്ടുന്നുണ്ടോ ഇല്ലേ? നമ്മൾ ഗവൺമെൻറ് ജീവനക്കാർ അലവൻസ് ഒക്കെ വായിച്ച് നമ്മൾ ഞെട്ടിപ്പോയില്ല. എത്രത്തോളം അലവൻസും ബെനിഫിറ്റും അവർക്കുണ്ട്. അതുകൊണ്ട് നല്ലോണം പഠിക്കാം. ഗവൺമെൻറ് എംപ്ലോയി ആണ്, അങ്ങനെ ആവുക. നല്ല ഹൈ സാലറി ഒക്കെ എല്ലാവരും വാങ്ങട്ടെ. നമ്മൾ സാലറി എടുത്ത സ്ഥിതിക്ക് മിസ് അങ്ങനെ നിങ്ങൾ ആശംസിക്കുന്നു. നല്ല സാലറി വാങ്ങി നല്ല ജോലിയൊക്കെ വാങ്ങി നല്ല ഹൈ എത്തട്ടെ നിങ്ങൾ എല്ലാവരും എന്ന് മിസ്സിൻ്റെ പേഴ്സണലി മിസ് എന്ത് ചെയ്യുന്നു നിങ്ങൾ ആശംസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് നമ്മളെ പാഠഭാഗത്തിലേക്ക് വരും. മീനിങ് ആൻഡ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഓർ വെക്കേഷൻ. എന്താണ് ഇതിനൊക്കെ മീനിങ്? അതാണ് മിസ് നേരത്തെ വായിച്ചത് അല്ലേ? അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എവിടെ നോക്കിയാലും എന്താണ് ഇൻകം ടാക്സ് ആക്ട് ആണല്ലേ? 1961 ഇൻകം ടാക്സ് ഓർ സെക്ഷൻ എത്രയാണ് ഇതിൽ പറയുന്നത്? സെക്ഷൻ 13 പ്രകാരം the defined business to include any trade, commerce and manufacture, any adventure of concerns of nature of trade and commerce of manufacture. Commerce and manufacture repeat ചെയ്ത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞെട്ടണ്ട. എന്ത് മനസ്സിലാക്കുക? കോമേഴ്സ് മീൻസ് വ്യാപാരം, അതായത് മാനുഫാക്ചർ എന്ന് പറയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപാരമൊക്കെ റിലേറ്റഡ് ആണല്ലോ. പ്രൊഡക്ട്സ് ഉണ്ടാവണമെങ്കിൽ നിർമ്മിക്കണ്ടേ? ഈ പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് വ്യാപാരം ചെയ്യാൻ പറ്റൂ. അതെന്തിൽ ഉൾപ്പെടുന്നു? ദാറ്റ്സ് ബിസിനസ്. മറന്നു പോകരുത്. നെക്സ്റ്റ് പ്രൊഫഷൻ. It involves the idea of an occupation required purely intellectual skill or manual skill. അത് ഇന്റലക്ച്വൽ സ്കില്ലായിരിക്കും. പ്രൊഫഷൻ അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഓരോരോ സെക്ഷനിൽ എന്താവും ഗ്രാജുവേറ്റോ ഡിഗ്രിയോ ഒക്കെ എടുത്തിട്ട് എന്ത് പ്രൊഫഷണലി മുന്നോട്ട് പോയിട്ട് ആ പ്രൊഫഷനിൽ തന്നെ ജോലി വാങ്ങും. എക്സാമ്പിൾ മിസ് തന്നെ കേട്ടോ. ഈ മിസ് ആണ് ഞാൻ മിസ് എന്ത് ചെയ്തു നമ്മൾ +2 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, നെറ്റ് എടുത്തു, B.Ed എടുത്തു. അപ്പോൾ ആ മിസ്സിൻ്റെ പ്രൊഫഷൻ അങ്ങനെ പോയിട്ട് പ്രൊഫഷനായി ടീച്ചിങ് പ്രൊഫഷനായി. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രൊഫഷൻ ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് എൻ ആക്ടിവിറ്റി എന്ന ഇൻഫോൾസ് എൻ ഐഡിയ ഓഫ് ഓക്കുപേഷൻ റിക്വയർഡ് പ്യൂർലി ഇന്റലക്ച്വൽ സ്കിൽ. മറന്നു പോകരുത്. ഇന്റലക്ച്വൽ സ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതും. എന്നാലും അതെന്താവുള്ളൂ? പ്രൊഫഷൻ ആവുള്ളൂ. ഓക്കെ, പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഇന്റലക്ച്വൽ സ്കിൽ എന്ന് മറന്നു പോവാതെ കറക്റ്റ് ആ വേർഡ് എഴുതിയിരിക്കണം. എക്സാമിന് അത് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ബേസിസ് ഓഫ് സം സ്പെഷ്യൽ ലേണിംഗ് ഓഫ് ക്വാളിഫിക്കേഷൻസ്. അതായത് അതേ സ്കില്ലിൽ എന്താ സ്പെഷ്യൽ ലേണിംഗ് ഉണ്ട്. നമ്മൾ ടീച്ചിങ്ങിലാണ് മിസ് എന്ത് ചെയ്ത് സ്പെഷ്യൽ ലേണിംഗ് നടത്തിയത്. അതേപോലെ ഓരോ പ്രൊഫഷനിൽ അതിൽ തന്നെ എന്ത് ചെയ്യും? ക്വാളിഫൈഡ് ആയിരിക്കണം. നെക്സ്റ്റ് വാട്ട് ഈസ് വൊക്കേഷൻ? വൊക്കേഷൻ റിലേറ്റഡ് ടു ദൻ ആൻ ആക്ടിവിറ്റി ഓഫ് ലൈവ്ലി ഏൺ ലൈവ്ഹുഡ്. ഏൺ ലൈവ്ഹുഡ് എന്ന് പറയുന്നത് ഏൺ മീൻസ് നമ്മൾ ഉണ്ടാക്കുക, ഗെയിൻ ചെയ്യുക അല്ലെ, വാങ്ങുക, എങ്ങനെ നേടിയെടുക്കുക, എന്താണ് ഏൺ ചെയ്യുന്നത്? വരുമാനം. എന്തിനെ റിലേറ്റഡ്? ഏജൻസി വർക്ക്. അതായത് ഇതിലൊന്നും പെടാത്ത കുറച്ച് കൂട്ടിട്ടുണ്ട്. അതിലൊന്ന് എക്സാമ്പിൾ ഏജൻസി വർക്ക്. മൊത്തം മിസ് ബോർഡിൽ എഴുതിയിട്ടില്ല, അപ്പം നിങ്ങൾ വായിക്കുക. ജസ്റ്റ് മിസ് പറഞ്ഞ ക്ലാസ് കേൾക്കുക. ഏജൻസി വർക്ക് ഉണ്ട്, സ്റ്റോറി റൈറ്റർ ഉണ്ട്, പ്ലേ റൈറ്റർ ഉണ്ട്, ബ്രോക്കറേജ് ഉണ്ട്, മാജിക് ബ്രോക്കറേജ് ഉണ്ടല്ലോ. ഈ സ്ഥലവിൽപ്പന, വീട് കാണിച്ചു കൊടുക്കുക, വാടക കൊടുക്കുക, അങ്ങനെയുള്ള കുറച്ച് ബ്രോക്കർ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. എങ്ങും തൊടാതെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരല്ലേ ഇവര്. നെക്സ്റ്റ് റോബറി മീൻസ് എന്താണ്? മോഷണം. പിന്നെ അതും ഒരു ഇതാണല്ലോ, എവിടെ തൊടാതെ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ. നെക്സ്റ്റ് മ്യൂസിക് മീൻസ് അതൊരു പ്രൊഫഷൻ മീൻസ് മ്യൂസിക് ഒരു പ്രൊഫഷൻ തന്നെയാണെങ്കിലും അത് വെച്ചിട്ട് എപ്പോഴും പ്രൊഫഷനാക്കി എടുക്കാതെ മറ്റുള്ള ജോലിക്കൊക്കെ പോയി പാടും ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അല്ലേ. സാധാരണ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ നല്ലൊരു കോൺട്രാക്ടർ എന്തായിരിക്കും, ഈ തേപ്പ് ഇതൊക്കെ അതിന് പോകുന്ന ആൾക്കാർ നല്ല ഗായകനായിരിക്കും. അതെന്തല്ല? പ്രൊഫഷനല്ല. പ്രൊഫഷനാക്കി എടുത്തില്ല, കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ പ്രൊഫഷണലി ജീവിക്കാൻ മാർഗം ക്യാഷ് കിട്ടൂല. മ്യൂസിക് ടീച്ചർമാരൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും 1-2 ഒഴിവൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും അങ്ങനത്തെ ഇതില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അതൊരു പ്രൊഫഷനാക്കി എടുക്കൂല. അപ്പം അതെന്തായി? വൊക്കേഷനായി. ഓക്കെ, ദെൻ ഡാൻസ്, മ്യൂസിക്, റോബറി പറഞ്ഞ സമയം. ഇൻകം അണ്ടർ ദ head profile of gain business and profession include income of business, profession and vocation. Therefore a distinction is the material. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്ത് നമ്മുടെ ഹെഡിങ്. ഇൻകം ഫ്രം പ്രോഫിറ്റ് ഗെയിൻസ്. അതായത് നമുക്ക് ജീവിക്കാൻ കിട്ടുന്ന ഇൻകം കിട്ടുന്ന 3 വഴികളാണ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് വൊക്കേഷൻ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ കറക്റ്റായി ചെയ്തത്. അതിൽ എക്സാമ്പിൾ കൊടുത്തത് എന്താണ്? അണ്ടർ സെക്ഷൻ ഓഫ് 28. ഏത് അണ്ടർ സെക്ഷൻ ആയിരിക്കും? നിങ്ങൾ ആൻസർ പറയൂ. ഏതായിരിക്കും? 1961 എന്ന് പറഞ്ഞ നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 28 എന്താണ് പറഞ്ഞത്? ബേസിസ് ഓഫ് ചാർജ് ബേസ് ചെയ്ത് പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്താ? അതായത് അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻ ഓഫ് ഡൗൺ ഇൻ സെക്ഷൻ 29 to 44 DBയിൽ പറയുന്നത് പ്രോഫിറ്റ് ഗെയിൻസ് എനി ബിസിനസ് ഓർ പ്രൊഫഷൻ. നമുക്ക് നല്ല രീതിയിലുള്ള എന്ത് പ്രൊഫഷനിൽ എന്ത് ഉണ്ടാക്കാം? ലാഭം ഉണ്ടാക്കാം. ഇനി മിസ് ഒന്നുകൂടി പറഞ്ഞാൽ സെക്ഷൻ 28 പ്രകാരം ലോ ആൻഡ് ഓർഡർ മിസ് ഇവിടെ വായിക്കുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ഭേദഗതി ഉണ്ട്. എങ്ങനെയാണ്? നമുക്ക് മാന്യമായ രീതിയിൽ എന്ത് ജോലി എടുത്ത് സമ്പാദിക്കാം. Income derived by a trade and profession, similarly association from specific services performed for its members. എങ്ങനെ ട്രേഡ് ആണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും എന്താണ് അതൊരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും.